പ്രോബബിലിറ്റി ക്ലാസ് 2 ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം റാൻഡം വേരിയബിൾസ് ആൻഡ് ഇറ്റ്സ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ്. എന്താണ് റാൻഡം വേരിയബിൾ എന്ന് നോക്കാം. എ റാൻഡം വേരിയബിൾ ഈസ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ. റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷനാണ്. റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ റേഞ്ച് റിയൽ നമ്പേഴ്സ് ആയിരിക്കും. അതാണ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഹൂസ് ഡൊമൈൻ ഈസ് സാമ്പിൾ സ്പേസ്. ഇവിടെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ സാമ്പിൾ സ്പേസ്, റേഞ്ച് എന്ന് പറഞ്ഞാൽ റിയൽ നമ്പേഴ്സും ആയിരിക്കും ഓഫ് എ റാൻഡ് എക്സ്പെരിമെൻറ്റ്. ഇതാണ് നമ്മൾ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ റാൻഡം വേരിയബിൾ എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കുമെങ്കിൽ യഥാർത്ഥത്തിൽ അതൊരു വേരിയബിൾ അല്ല, അതൊരു ഫംഗ്ഷനാണ്. ഒരു ഫംഗ്ഷനാണ് നമ്മൾ പ്രോബബിലിറ്റിയിൽ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് റാൻഡം വേരിയബിൾ. For example, let us consider the experiment of tossing a coin 2 times in succession. 2 പ്രാവശ്യം കോയിൻ ടോസ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം സാമ്പിൾ സ്പേസിൽ വരുന്നത് 2 പ്രാവശ്യം ടോസ് ചെയ്യുമ്പോൾ 2 ഹെഡ് വരാം. ആദ്യത്തെ ഹെഡ് രണ്ടാമത്തെ ടെയിൽ വരാം, ആദ്യത്തെ ടെയിൽ രണ്ടാമത്തെ ഹെഡ് വരാം, രണ്ടും ടെയിൽ വരാം. ഇത്രയും പോസിബിലിറ്റിയാണുള്ളത്. ഇത് നമ്മൾ സാമ്പിൾ സ്പേസ് എന്ന് പറയും. ടോട്ടൽ പോസിബിലിറ്റി എല്ലാം എഴുതിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഒരു റാൻഡം വേരിയബിൾ ഡിഫൈൻ ചെയ്യുകയാണ്. എക്സ് ഈസ് എ റാൻഡം വേരിയബിൾ ആൻഡ് ഫോർ ഈച്ച് ഔട്ട്കം ഇറ്റ്സ് വാല്യൂസ് ഗിവൺ ബിലോ. അപ്പോൾ എക്സ് ഡിനോട്ട്സ് നമ്പർ ഓഫ് ഹെഡ്സ് ഒബ്റ്റെയിൻഡ്. അതാണ് റാൻഡം വേരിയബിൾ. ഞാൻ പുതിയൊരു റാൻഡം വേരിയബിൾ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണ്. ആ ഫംഗ്ഷനിൽ പറയുന്നത് എക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഹെഡ്സ് ഒബ്റ്റെയിൻഡ്. നമ്പർ ഓഫ് ഹെഡ് എത്രയാണെന്ന് കാണിക്കാനാണ് ഇവിടുത്തെ വേരിയബിൾ ഉപയോഗിക്കുന്നത് ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ എക്സ് ഓഫ് എച്ച് എച്ച്, ആദ്യത്തെ എച്ച് എച്ച് എഴുതുമ്പോൾ അതിൽ 2 ഹെഡാണുള്ളത്. അപ്പോൾ അതിൻ്റെ വാല്യൂ 2 ആയിരിക്കും. എക്സ് ഓഫ് എച്ച് ടി എഴുതുമ്പോൾ അതിൽ 1 ഹെഡേ ഉള്ളൂ, അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. ടി എച്ച് എഴുതുമ്പോൾ 1 ആയിരിക്കും. ടി ടി എഴുതുമ്പോൾ അവിടെ ഹെഡൊന്നുമില്ല, വാല്യൂ 0. അപ്പോൾ ഇതാണ് ഇവിടെ റാൻഡം വേരിയബിളാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ റാൻഡം വേരിയബിൾ നമുക്ക് പല രീതിയിൽ പല റാൻഡം ഫങ്ഷൻസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമ്പർ ഓഫ് ഹെഡ്സിന് പകരം നമ്പർ ഓഫ് ടെയിൽ എടുക്കുകയാണെങ്കിൽ വാല്യൂ അതിനനുസരിച്ച് മാറും. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ഇതാണ് അതിൻ്റെ എക്സാമ്പിൾ. ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എ പേഴ്സൺ പ്ലേസ് എ ഗെയിം ഓഫ് ടോസിങ് എ കോയിൻ ത്രൈസ്. ഫോർ ഈച്ച് ഹെഡ് ഹീസ് ഗിവൺ 2 rupees ബൈ ദ ഓർഗനൈസർ. അപ്പോൾ ഹെഡ് വരെയാണെങ്കിൽ അദ്ദേഹത്തിന് 2 rupees കിട്ടും. ആൻഡ് ടെയിൽ വരെയാണെങ്കിൽ ഹി ഹാസ് ടു ഗീവ് 1.50 ടു ദി ഓർഗനൈസർ. ടെയിൽ വരെയാണെങ്കിൽ ഇദ്ദേഹം 1.50 rupees ഓർഗനൈസറിന് അങ്ങോട്ട് കൊടുക്കണം. അപ്പോൾ ഹെഡ് വരുമ്പോൾ ഇങ്ങോട്ട് വരും, ടെയിൽ വരുമ്പോൾ അങ്ങോട്ട് പോകും. അതാണ് ഒരു ഗെയിം. ലെറ്റ് എക്സ് ഡിനോട്ട് ദി എമൗണ്ട് ഗെയിൻഡ് ഓർ ലോസ്റ്റ് ബൈ ദ പേഴ്സൺ. Show that x is a random variable and exhibit its a function on the sample space of the experiment. എന്താണെന്ന് നോക്കാം. ഇവിടെ x എന്ന് പറയുന്നത് whose values are defined on the outcomes of a random experiment. x is a random variable ആണ്. അപ്പോൾ ഇതിൻ്റെ സാമ്പിൾ സ്പേസ് നമുക്കറിയാം 3 പ്രാവശ്യമാണ് ടോസ് ചെയ്യുന്നത്. അപ്പോൾ എച്ച് 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 വരാം, എച്ച് എച്ച് ടി വരാം, എച്ച് ടി എച്ച്, അങ്ങനെ പോസിബിൾ ആയിട്ടുള്ള എല്ലാം എഴുതി 8 എണ്ണം വരും. ഇനി ഓരോന്നിലും നമുക്ക് ചെക്ക് ചെയ്യാം. എക്സ് എന്ന് പറയുന്നത് നമുക്കിവിടെ പറയുന്നുണ്ട്, ഹെഡ് വരുമ്പം 2 രൂപ കിട്ടും, ടെയിൽ വന്ന 1.5 രൂപ അങ്ങോട്ട് പോകും. അപ്പോൾ ആദ്യത്തെ നോക്കുമ്പോൾ എച്ച് 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 വരെയാണെങ്കിൽ 2 രൂപ കിട്ടും. അപ്പോൾ 3 ഹെഡ് ഉണ്ട്, 2 × 3 6 rupees ആയിരിക്കും. ഇനി എച്ച് എച്ച് ടി വരെയാണെങ്കിൽ, അല്ലെങ്കിൽ എച്ച് എച്ച് ടി ഈ ഓർഡറിലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എച്ച് എച്ച് ടി എച്ച് എച്ച് ഈ ഓർഡറിലായാലും ഇതിൽ 3നും സെയിം ആണ്. അപ്പോൾ അതിൽ 2 ഹെഡ് ഉള്ളതുകൊണ്ട് 2 രൂപ കിട്ടും, ഒരു ടെയിൽ ഉള്ളതുകൊണ്ട് 1 രൂപ, 1 രൂപ 50 പൈസ അങ്ങോട്ട് പോകും. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 4 - 1.5 2.5. ഇനി എച്ച് ടി ടി വരുമ്പോൾ 1 ഹെഡിനുള്ള 2 രൂപ കിട്ടും, 2 ടെയിലിനുള്ള അങ്ങോട്ട് പോകും. അപ്പം -1 rupees ആണ് വരുന്നത്. ഇവിടെ ടി ടി വന്നാൽ നമുക്ക് 1.50 3 ടൈംസ് നഷ്ടപ്പെടും, -4.50. അപ്പോൾ നമുക്ക് ഇതിന് ഒരു സെറ്റിനകത്ത് എഴുതുകയാണെങ്കിൽ റാൻഡം ഫങ്ഷൻസ് -1 ഇപ്പോൾ കിട്ടിയ വാല്യൂസ് -1 എഴുതുക, 2.50 എഴുതുക, 4.50 എഴുതുക, 6 എഴുതുക. ഇതിനാണ് നമ്മൾ എന്ത് എഴുതുന്നത്, റാൻഡം വേരിയബിളിന് ഒരു എക്സാമ്പിളും കൂടെയാണ്. അത് എങ്ങനെയാണ് റാൻഡം ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്യണമെന്ന് നമുക്കിതിൽ മനസ്സിലാക്കാം.
ഇനി ഒരു ഡെഫിനിഷനാണ് ദി പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ റാൻഡം വേരിയബിൾ. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് എഴുതുന്നത്? സിസ്റ്റം ഓഫ് നമ്പേഴ്സ്. ഇപ്പോൾ എക്സ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്നത് എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് ആണ്. അതിൻ്റെ പ്രോബബിലിറ്റി കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി P1 P2 എക്സെട്ര Pn. ഓരോ പ്രോബബിലിറ്റിയും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. സം ഓഫ് പ്രോബബിലിറ്റീസ് 1 ആയിരിക്കണം. For I equal to 1, 2, 3 etc. The real numbers x1, x2 etc. are called possible values of the random variables x, and Pi is the probability of random variable x. അതാണ്. അപ്പോൾ ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഡൈ ത്രോൺ ചെയ്യുമ്പോൾ x1 x2 എക്സെട്ര xnന് പകരം 1 2 3 4 5 6 എഴുതും. പ്രോബബിലിറ്റി ഓരോന്നിൻ്റെയും പ്രോബബിലിറ്റി 1/6 1/6 എക്സെട്ര 1/6 ഇങ്ങനെ എഴുതും. ഇങ്ങനെ നമുക്കൊരു ടേബിൾ രൂപത്തിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇങ്ങനെ എഴുതുന്നതിന് നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. ഓരോന്നിൻ്റെയും കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി കാണിച്ച് എഴുതുന്നതിനാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. 2 cards drawn successively with replacement. 2 cards എടുക്കുകയാണ്, എടുത്തിട്ട് തിരിച്ചു വയ്ക്കണം. With replacement ആണ്. From well shuffled deck of 52 cards, find the probability distribution of the number of aces. അപ്പോൾ ഇതിൽ എത്ര ഏസ് ഉണ്ടെന്ന് നമുക്കറിയാം. മൊത്തം 4 ഏസ് ആണ് ഉള്ളത് 52 കാർഡ്സിൽ എ വരുന്നത്. അപ്പോൾ നമ്പർ ഓഫ് ഏസസ് എടുക്കുന്ന റാൻഡം വേരിയബിൾ ആയിട്ട് നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ അതിന് എക്സ് എന്ന് കൊടുക്കാം. അപ്പോൾ എക്സിന് നമുക്ക് വരുന്ന വാല്യൂസ് 0 1 2 ആണ്. കാരണം ഏസ് ചിലപ്പോൾ ഇല്ലാതിരിക്കാം, അതാണ് 0. ചിലക്ക് എടുക്കുന്ന 2 കാർഡ്സിൽ ഒരെണ്ണം ഏസ് ആയിരിക്കാം, അപ്പോൾ നമ്പർ വാല്യൂ 1. എടുക്കുന്ന കാർഡ്സിൽ 2 വേസ് ആയിരിക്കാം, അപ്പോൾ വാല്യൂ 2. അപ്പോൾ റാൻഡം വേരിയബിളിന് 3 വാല്യൂസ് മാത്രമേ വരുള്ളൂ, 0 1 2. അതാണ് നമ്മൾ എക്സ് ആയിട്ട് എടുത്തിരിക്കുന്നത്, 0 1 2. ഇതിൻ്റെ പ്രോബബിലിറ്റീസ് ഇനി കണ്ടുപിടിച്ചാൽ മതി. ഇനി പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0 ആകുമ്പോൾ, 0 എന്ന് പറഞ്ഞാൽ രണ്ടും നോൺ ഐസ് ആയിരിക്കും, ഏസ് ഒന്നും വരുന്നില്ല, നോൺ ഐസ് ആൻഡ് നോൺ ഐസ്. അപ്പോൾ അവിടെ വരുന്നത് നോൺ ഐസ് നമുക്കറിയാം 48, ടോട്ടൽ 52. അപ്പോൾ 48 ഡിവൈഡ് ബൈ 52 ഇൻറ്റു രണ്ടാമത്തത് ആൻഡ് ആണ്. ആൻഡ് വരുമ്പോൾ നമ്മൾ ഇൻറ്റു ആണ് ഉപയോഗിക്കുക. അവിടെയും 48/52 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 144/169 എന്ന് വരും. ഇനി അപ്പോൾ അതിൻ്റെ ആദ്യം നമ്മൾ എഴുതി 0 വരുമ്പോൾ പ്രോബബിലിറ്റി 144/169. ഡിസ്ട്രിബ്യൂഷനാണ് എഴുതുന്നത്. ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ടേബിളിനകത്താണ് എഴുതുന്നത്. ഇനി പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ ഒരു ഐസ് വരും, രണ്ടാമത്തെ നോൺ ഐസ് ആയിരിക്കും. അത് 2 രീതിയിൽ വരാം. ആദ്യത്തെ ഐസ് ആൻഡ് രണ്ടാമത്തെ നോൺ ഐസ്, അതാണ് ഇവിടെ ആൻഡ് എഴുതിക്കുന്നത്. ഓർ വേറൊരു രീതിയിൽ പറയുന്നത് ആദ്യത്തെ നോൺ ഐസ് വരാം, രണ്ടാമത്തെ ഐസ് വരാം. അപ്പോൾ എൻ്റെ റിവേഴ്സ് ഓർഡറിൽ ഈ 2 രീതിയിൽ മാത്രമേ ചാൻസ് ഉള്ളൂ. അപ്പോൾ അതിന് നമ്മൾ പ്രോബബിലിറ്റി എഴുതുമ്പോൾ ഈ ആൻഡ് വരുന്നിടത്തെല്ലാം ഇൻറ്റു ഉപയോഗിക്കണം, ഓർ വരുന്നിടത്തെല്ലാം പ്ലസ് ഉപയോഗിക്കണം, അത്ര എഴുതും. അപ്പം പി ഓഫ് എയ്സ് ഇൻറ്റു പി ഓഫ് നോൺ ഐസ് പ്ലസ് പി ഓഫ് നോൺ ഐസ് ഇൻറ്റു പി ഓഫ് എയ്സ്. നമുക്ക് ഓരോന്നിൻ്റെയും പ്രോബബിലിറ്റി എഴുതിയത്. എയ്സിൻ്റെ പ്രോബബിലിറ്റി അറിയാം, 4 ഏസ് ഉണ്ട്, 4/52. നോൺ ഐസ് 48/52. അടുത്ത് പ്ലസ് ഇടുക, അതിന് നേരെ തിരിച്ച് 48/52 പ്ലസ് ഇൻറ്റു 4/52. എന്നെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 24/169 എന്ന് വരും. അതെഴുതുക, 24/169. ഇനി 2 ഏസ് വരാം, ആദ്യത്തെ ഏസ് വരാം, രണ്ടാമത്തെ ഏസ് വരാം, ഏസ് ആൻഡ് ഏസ്. അപ്പോൾ 4/52 ഇൻറ്റു 4/52 ഈക്വൽ ടു 1/169 എന്ന് വരും, 1/169. അപ്പോൾ ഇതാണ് നമ്മളെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. അപ്പോൾ ഇത് എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഓരോ വേരിയബിൾ, ഓരോ നമ്പറിൻ്റെയും വാല്യൂസിൻ്റെയും പ്രോബബിലിറ്റീസ് നമ്മൾ എഴുതും. അതിനാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, അത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. Let x denote number of hours you study during a randomly selected school day. The probability that x can take the values x small x has the following form, where k is some unknown constant. അപ്പോൾ ഒരു എക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് അവേഴ്സ് സ്റ്റഡി ഡ്യൂറിങ് റാൻഡംലി സെലക്റ്റഡ് സ്കൂൾ ഡേ, സ്റ്റഡി ചെയ്യുന്ന അവേഴ്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എക്സ് ഈക്വൽ ടു 0 ആകുമ്പോൾ 0.1, 1 or 2 ആകുമ്പോൾ കെ എക്സ്, 3 or 4 ആകുമ്പോൾ കെ ഇൻറ്റു 5 - 6, അതർവൈസ് 0. ഇതിൽ കെയുടെ വാല്യൂ കണ്ടെത്തണം. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് യു സ്റ്റഡി അറ്റ്ലീസ്റ്റ് 2 hours. രണ്ടാമത്തത് എക്സാക്ട്ലി 2 hours. അടുത്തത് അറ്റ്മോസ്റ്റ് 2 hours. ഇത്രയും കണ്ടുപിടിക്കുക.
അപ്പോൾ കെയുടെ വാല്യൂ കണ്ടുപിടിച്ചാലേ ബാക്കി കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഏതൊക്കെ വാല്യൂസ് ഇതിനുണ്ടെന്ന് നോക്കാം. ഡിഫൈൻ ചെയ്തിരിക്കുന്ന വാല്യൂസ് 0 ഉണ്ട്, 1 ഉണ്ട്, 2, 3, 4 ഇത്രയുണ്ട്. അപ്പോൾ അത് ക്യാപിറ്റൽ എക്സ് ആയിട്ട് എഴുതുക. 0, 1, 2, 3, 4. ഇനി അതിൻ്റെ ഓരോന്നിൻ്റെയും പ്രോബബിലിറ്റീസ് ആണ് താഴെ എഴുതിയിരിക്കുന്നത്. 0 ആകുമ്പോൾ പ്രോബബിലിറ്റി 0.1 എഴുതി. 1നും 2നും കെ എക്സ് ആണ്. 1നും 2നും കെ എക്സ് ആണ്. അപ്പോൾ 1ന് കെ എക്സ് എഴുതുമ്പോൾ അവിടെ എന്ത് വരും, എക്സിന് 1 കൊടുക്കുമ്പോഴാണ് കെ മാത്രമേ വരുള്ളൂ. അതാണ് അവിടെ കെ മാത്രം എഴുതിയിരിക്കുന്നത്. ഇനി ഫോർ എക്സ് ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ ഇവിടെ എക്സിന് 2 കൊടുക്കുമ്പോൾ 2k വരും. അങ്ങനെ എഴുതി 2k. ഇനി 3 കൊടുക്കുമ്പോൾ ഈ ഫംഗ്ഷൻ എടുക്കേണ്ട. അപ്പോൾ എക്സിന് ഇവിടെ 3 കൊടുക്കുക. k × 5 - 3 അവിടെയും 2k വരും. 4 കൊടുക്കുമ്പോൾ ഈ ഫംഗ്ഷൻ എടുക്കണം. അപ്പോൾ അവിടെ 4 കൊടുക്കുമ്പോൾ അവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ അവിടെ k മാത്രം വരും. അപ്പോൾ ഇതാണ് ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. ഇത് ഉപയോഗിച്ച് നമുക്ക് കെയുടെ വാല്യൂ കണ്ടുപിടിക്കാം. കെയുടെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം എപ്പോഴും ടോട്ടൽ പ്രോബബിലിറ്റി 1 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രോബബിലിറ്റീസിൻ്റെ ഒക്കെ സം എടുക്കുക. 0.1 + k + 2k + 2k + k = 1. ടോട്ടൽ പ്രോബബിലിറ്റി എപ്പോഴും 1 ആയിരിക്കും. ഇത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ k + 2k + 2k + k അത് സിംപ്ലിഫൈ ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ 4k 5k 6k എന്ന് വരും. ബാക്കി 0.1 റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുക. അതിന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കെയുടെ വാല്യൂ 0.15 എന്ന് വരും. അപ്പോൾ കെയുടെ വാല്യൂ കണ്ടുപിടിച്ചാൽ ബാക്കി നമുക്ക് പ്രോബ്ലം ചെയ്യാൻ എളുപ്പമാണ്. കെയുടെ വാല്യൂ കണ്ടുപിടിച്ചു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് യു സ്റ്റഡി അറ്റ്ലീസ്റ്റ് 2 hours? അറ്റ്ലീസ്റ്റ് 2 hours എന്ന് പറയുമ്പോൾ എന്താണ്, പി ഓഫ് എക്സ് ഈക്വൽ ടു 2. സോറി, എക്സാക്ട്ലി 2 hours ആണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് അറ്റ്ലീസ്റ്റ് 2 hours നമുക്ക് എക്സാക്ട്ലി 2 hours എന്ന് പറയുമ്പോൾ എക്സ് ഈക്വൽ ടു 2 എന്ന് കൊടുക്കുക. എക്സ് ഈക്വൽ ടു 2 കൊടുക്കുമ്പോൾ നമ്മൾ 2 വരുമ്പോൾ നമുക്കറിയാം 2ൻ്റെ നേരെയുള്ള വാല്യൂ 2k ആണ്. ഈ 2k കണ്ടുപിടിക്കുക. 2kയുടെ കെയുടെ വാല്യൂ കൊടുക്കുമ്പോൾ 2 × 0.15 0.3 എന്ന് വരും. അപ്പോൾ അതാണ് എക്സാക്ട്ലി 2 hours എന്ന് പറയുന്നത്. ഇനി അടുത്ത് കണ്ടുപിടിക്കേണ്ടത്, നമുക്ക് എക്സാക്ട്ലി 2 hours ആണ് കണ്ടുപിടിച്ചത്. അടുത്തത് അറ്റ്മോസ്റ്റ് 2 hours ചെയ്യുക. അറ്റ്മോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്ത് വരാം, മാക്സിമം 2 hours. അപ്പോൾ 2-നേക്കാളും ചെറുതെല്ലാം വരും. മാക്സിമം 2 വരെ വരാവും. 2-നേക്കാളും ചെറുതെല്ലാം വരുമ്പോൾ അത് 0 വരാം, 1 വരാം, 2 വരാം. അപ്പോൾ അത് മൂന്നും കണ്ടുപിടിച്ച് ആഡ് ചെയ്യണം. അപ്പോൾ 0 വരുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 0 വരുമ്പോൾ ടേബിൾ നോക്കുക. 0.1 ആണ് വാല്യൂ. ഇനി 1 വരുമ്പോൾ ഉള്ള വാല്യൂ k ആണ്. ആ കെയുടെ വാല്യൂ കൊടുത്താൽ മതി. 2 വരുമ്പോൾ ഉള്ള വാല്യൂ 2k ആണ്. 2kയുടെ വാല്യൂ കൊടുക്കുക. അപ്പോൾ അതെല്ലാം കൂടെ സിംപ്ലിഫൈ ചെയ്യുക. 2 വരുമ്പോൾ ഉള്ള വാല്യൂ 2k, 2 × സംഭവം ആ വാല്യൂ സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 0.55 ഉണ്ട്. അപ്പോൾ 0.1 k 2k സിംപ്ലിഫൈ ചെയ്യുമ്പോൾ k × 3k വരും. കെയുടെ വാല്യൂവും കൂടെ കൊടുക്കുക. അപ്പോൾ 0.55. ഇനി അറ്റ്ലീസ്റ്റ് 2 hours കൂടെ നമുക്ക് കണ്ടുപിടിക്കണം. അറ്റ്ലീസ്റ്റ് 2 hours എന്ന് പറയുമ്പോൾ മിനിമം 2 വേണം. അപ്പോൾ 2-ൽ കൂടിയാൽ കുഴപ്പമില്ല. അപ്പോൾ എക്സ് ഈക്വൽ ടു 2 എടുക്കണം, എക്സ് ഈക്വൽ ടു 3 എടുക്കണം, എക്സ് ഈക്വൽ ടു 4 എടുക്കണം. അപ്പോൾ അവിടെ എക്സ് ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ നമുക്ക് 2k ആണ്, 3 എന്ന് പറയുമ്പോൾ 2k ആണ്, 4 എന്ന് പറയുന്നത് k ആണ്. അതിൻ്റെ വാല്യൂസ് എല്ലാം എഴുതി കെയുടെ വാല്യൂവും കൂടെ കൊടുക്കുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 0.75 എന്ന് വരും. അപ്പോൾ ഇതാണ് അറ്റ്ലീസ്റ്റ്, എക്സാക്ട്ലി, അറ്റ്മോസ്റ്റ്. ആ 3 വാക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റ്ലീസ്റ്റ് എന്ന് പറയുമ്പോൾ മാക്സിമം 2 വരെ എടുക്കുക. സോറി, മിനിമം 2 വേണം. മാക്സിമം എത്ര വേണം വരാം, 2 എങ്കിലും മിനിമം വേണം. അതാണ്. അപ്പോൾ 2, 3, 4 വരെ എടുക്കുക. അതുപോലെ അറ്റ്മോസ്റ്റ് എന്ന് പറയുമ്പോൾ നേരെ തിരിച്ച്. എക്സാക്ട്ലി എന്ന് പറയുമ്പോൾ ഈക്വൽ ടു 2 വരെ എടുക്കുക. ഇനി ഇതിൻ്റെ നമുക്ക് വാല്യൂസ് നമുക്ക് ടേബിളായിട്ട് വേണമെങ്കിൽ എഴുതാം. കെയുടെ വാല്യൂ കൊടുത്ത് വേണമെങ്കിൽ എഴുതാം. ഇനി മീൻ ഓഫ് എ റാൻഡം വേരിയബിൾ. ദി മീൻ ഓഫ് റാൻഡം വേരിയബിൾ എക്സ് ഈസ് ഓൾസോ കോൾഡ് എക്സ്പെക്ടേഷൻ. നമ്മൾ മീനിനെ പറയുന്ന പേര്, അല്ലെ ആവറേജ്, മീനിനെ പറയുന്ന പേരിന് എക്സ്പെക്ടേഷൻ എന്നുള്ളൊരു വാക്കുകൊണ്ടാണ് നമ്മൾ മീനിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിന് വേറൊരു പേരും കൂടെ പറയും, ഇ ഓഫ് എക്സ്. അത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സിൻ്റെ വേറൊരു പേരാണ് ഇ ഓഫ് എക്സ്.
അപ്പോൾ ആ കാര്യം ഇനി ഇ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ മീൻ എന്നാണ് അതിൻ്റെ അർത്ഥം. മീൻ എന്നാണ് അതിൻ്റെ അർത്ഥം. മീനിനെ പറയുന്ന പേരാണ് ഇ ഓഫ് എക്സ് അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറയും. അത് കണ്ടുപിടിക്കണം നമ്മൾ മ്യൂ എന്നാണ് അതിനെ പറയുന്ന പേര്. നൊട്ടേഷൻ സിഗ്മ എക്സ് ഐ ഇൻറ്റു പി ഐ ആണ് ചെയ്യേണ്ടത്. അതായത് എക്സ് ഐ ഇൻറ്റു പി ഐ എന്ന് പറയുമ്പോൾ എക്സും പിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഓരോന്നിൻ്റെയും മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ സമ്മേഷൻ ഇടും. അതാണ് സിഗ്മ എക്സ് ഐ പി ഐ. നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ടേബിളിൽ നോക്കിയിട്ട് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ ചെയ്യുന്ന പോലെ എക്സിൻ്റെയും ഫ്രീക്വൻസി മൾട്ടിപ്ലൈ ചെയ്യുന്നത് പോലെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് സം എടുക്കുക. അതാണ് മീൻ. സാധാരണ മീൻ കാണുന്നത് പോലെ തന്നെ എല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്പർ ഓഫ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ ഡിവൈഡ് ചെയ്യുന്ന പ്രോബബിലിറ്റി ആയതുകൊണ്ട് അവിടെ ഡിവിഷൻ്റെ ആവശ്യമില്ല. അവിടെ ഓൾറെഡി ഡിവിഷൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് മാത്രം എടുക്കുക, എക്സ്പെക്ടേഷൻ. ഇനി വേരിയൻസ് എന്ന് പറയുമ്പോൾ വി എ ആർ ഓഫ് എക്സ് എന്ന് പറയും. അതിൻ്റെ ഫോർമുല ഇതാണ്: എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. എക്സ്പെക്ടേഷൻ എക്സ് എന്ന് പറഞ്ഞാൽ മീൻ വേണം, എന്നാലും വേരിയൻസ് കാണാൻ പറ്റും. എക്സ് സ്ക്വയർ നമ്മൾ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് സ്ക്വയർ എടുത്തിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ആ രീതി ഉപയോഗിക്കും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ സിഗ്മ എക്സ് വേരിയൻസിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ കിട്ടുന്നതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. വേരിയൻസ് കണ്ടുപിടിച്ച് അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ കിട്ടുന്നതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ഓർക്കുക: മീൻ, വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. മീൻ എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്, വേരിയൻസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വേരിയൻസിൻ്റെ റൂട്ട്. ഇനി ഫൈൻഡ്, ഇത് എപ്പോഴും ചോദിക്കുന്നതാണ് എക്സാമിന്. ഫൈൻഡ് ദ വേരിയൻസ് ഓഫ് നമ്പർ ഒബ്റ്റൈൻഡ് ബൈ ത്രോ അൺബയാസ്ഡ് ഡൈ. സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് നമുക്കറിയാം. സാമ്പിൾ സ്പേസ് ഇവിടെ ഒരു ഡൈ ത്രോൺ ചെയ്യുമ്പോൾ ഉള്ള സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് 1 2 3 4 5 6. ഇപ്പോൾ എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു റാൻഡം വേരിയബിൾ ആണ്. ഒബ്റ്റൈൻഡ് ഓൺ എ ത്രോ. നമ്പർ ഒബ്റ്റൈൻഡ് ഓൺ ദി ത്രോ ആണ്. അപ്പോൾ നമുക്ക് നമ്പർ ഏതൊക്കെ വരാൻ പറ്റും? ത്രോയിൽ 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം, അല്ലെങ്കിൽ 6 വരാം. ഈ 6 നമ്പേഴ്സിൽ ഏതെങ്കിലും വരാം. നമുക്കറിയാം ഓരോന്നിൻ്റെയും പ്രോബബിലിറ്റി 1/6 ആണ്. 1 വരേണ്ട പ്രോബബിലിറ്റി 1/6, 2 വരേണ്ട 1/6. അപ്പോൾ നമ്മളൊരു ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ വരയ്ക്കുകയാണെങ്കിൽ 1 2 3 4 5 6 എഴുതി കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസ് എഴുതും. ഇപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ടേബിളായി. 1 വരേണ്ട പ്രോബബിലിറ്റി 1/6, 2 വരേണ്ട 1/6, അങ്ങനെ ഓരോന്നിൻ്റെ 1/6 എഴുതി. ഇനി മീൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ഫോർമുല ഉപയോഗിക്കണം: സിഗ്മ എക്സ് ഐ ഇൻറ്റു പി ഐ. ഇതിനെയൊക്കെയാണ് എക്സ് ഐ എന്ന് പറയുന്നത്. പി ഐ എന്ന് പറയുന്നത് ഇവിടെയുള്ളത്. അപ്പോൾ ഓരോന്നിനെ മൾട്ടിപ്ലൈ ചെയ്യണം. 1 × 1/6, അടുത്ത് 2 × 1/6, 3 × 1/6, 4 × 1/6, അങ്ങനെ എല്ലാം മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് എല്ലാം കൂടെ ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് മീൻ. മീൻ കാണാൻ വളരെ എളുപ്പമാണ്. ഓരോന്നിൻ്റെയും പ്രോബബിലിറ്റീസ് കണ്ടുപിടിച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 1/6, 2 × 1/6, അങ്ങനെ എല്ലാം കൂടെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ കിട്ടി 21/6. അതാണ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് അല്ലെങ്കിൽ മീൻ. വളരെ എളുപ്പമാണ് മീൻ കാണാൻ. മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താൽ മതി. ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കും. ഇനി വേരിയൻസ് കാണണമെങ്കിൽ ഇതാണ് ഫോർമുല: എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ അതിൽ ഇത് നമുക്കുണ്ട്, ഇ ഓഫ് എക്സ് മീൻ. ഇത് നമുക്കില്ല, ഇത് കണ്ടുപിടിക്കണം. എക്സ്പെക്ടേഷൻ എക്സ് സ്ക്വയർ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി സ്ക്വയർ ചെയ്തിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അതായത് 1 സ്ക്വയർ എന്ന് പറയുന്നത് ഇതാണ്: 1 സ്ക്വയർ ഇൻറ്റു 1/6. 1/6 സ്ക്വയർ എടുക്കാൻ പാടില്ല, മുകളിൽ മാത്രമേ സ്ക്വയർ എടുക്കാവൂ. 2 സ്ക്വയർ ഇൻറ്റു 1/6, 3 സ്ക്വയർ ഇൻറ്റു 1/6, 4 സ്ക്വയർ ഇൻറ്റു 1/6, അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും 91/6. ഇതാണ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ. ഇനി ഇതെല്ലാം കൂടെ കണ്ടുപിടിച്ച് ഡി ഫോർമുല അപ്ലൈ ചെയ്യും. എക്സ്പെക്ടേഷൻ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 91/6. എക്സ്പെക്ടേഷൻ എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മീനിൻ്റെ സ്ക്വയർ 21/6 ഹോൾ സ്ക്വയർ. അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് വേരിയൻസ്. 35/12 എന്ന് വരും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഇതിൻ്റെ റൂട്ട് എടുത്താൽ മതി. വേരിയൻസിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും. റൂട്ട് ഓഫ് 35/12. ഇനി അടുത്ത് 2 cards are drawn simultaneously successively without replacement. തിരിച്ചു വയ്ക്കുന്നില്ല. From well shuffled pack of 52 cards, find the mean, variance and standard deviation of number of kings ആണ്. കിങ്സിൻ്റെതാണ് എല്ലാം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ റാൻഡം വേരിയബിൾ നമ്മൾ ചൂസ് ചെയ്യുക. നമ്പർ ഓഫ് കിങ്സ് ആണ് നമുക്ക് റാൻഡം വേരിയബിൾ ആയിട്ട് എടുക്കുക. ഞാൻ ഡ്രോ 2 cards. അപ്പോൾ കിങ്സ് വരുമ്പോൾ നമ്മൾ 2 കാർഡ് എടുക്കുമ്പോൾ ചിലപ്പോൾ കിങ്സ് വരാതിരിക്കാം.
ചിലപ്പോൾ ഒരു കിങ് വരാം, അല്ലെങ്കിൽ 2 കിങ് വരാം. നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തതല്ല. അപ്പോൾ 3 പോസിബിലിറ്റിയാണുള്ളത്, 0, 1, 2. അപ്പോൾ 0 വരുമ്പോൾ കണ്ടുപിടിക്കണം, 1 വരുമ്പോൾ കാണണം, അടുത്ത് 2 വരുമ്പോഴും കാണണം. അപ്പോൾ 0 വരുന്നതെന്ന് പറഞ്ഞാൽ നോ കിങ് ആണ്, പ്രോബിലിറ്റി ഓഫ് നോ കിങ്. അപ്പോൾ നമുക്കതിന് വേറെ, നമ്മൾ നേരത്തെ ഒരു രീതിയിൽ ചെയ്തു, ഇപ്പോൾ നമ്മൾ കോമ്പിനേഷൻ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഈ രീതിയിൽ ചെയ്യാം. നോ കിങ് എന്ന് പറയുമ്പം കിങ് അല്ലാത്ത 48 ഉണ്ട്, അതിൽ 2 സെലക്ട് ചെയ്യണം. അപ്പോൾ 48C2. ടോട്ടൽ എന്ന് പറയുന്നത് 52 ആണ്. 52ന് 2 കാർഡ്സ് സെലക്ട് ചെയ്യണം, 52C2. ഇതാണ് ടോട്ടൽ. അപ്പോൾ പ്രോബിലിറ്റി എടുക്കുമ്പോഴാണ് ടോട്ടൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 188/221. ഇനി പ്രോബിലിറ്റി x = 1 ആണെങ്കിൽ അല്ല 1 കിങ് ആൻഡ് 1 നോൺ കിങ് വരും. ഒരു കിങ് ഒരു നോൺ കിങ്ങും വരും. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ എഴുതാം, 4 കിങ്ങിൽ നിന്ന് ഒരാളെ എടുക്കുക, ആൻഡ് ഇപ്പോൾ ഇൻറ്റു ഇടുക. നോൺ കിങ് എന്ന് പറയുമ്പോൾ 48 ഉണ്ട്, 48ൽ നിന്ന് ഒരാളെയും കൂടെ എടുക്കുക. അപ്പം 2 കിങ് ആയി. ടോട്ടൽ 52C2 തന്നെ. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 32/221 എന്ന് വരും. അപ്പോൾ കോമ്പിനേഷനും കൂടെ ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. ഇനി x = 2 ആവുമ്പോൾ 2 കിങ് ആയിരിക്കും, 2 കിങ്സ് വരും. അപ്പോൾ നമ്മൾ 4 കിങ്സിൽ നിന്ന് 2 പേരെയും എടുക്കാം, 2 പേരെ ചൂസ് ചെയ്യുക. ടോട്ടൽ 52/C2. പ്രോബിലിറ്റി ആണ് കണ്ടുപിടിക്കുമ്പോൾ 1/221 എന്ന് വരും. ഇനി ഇതിനെ ടേബിളായിട്ട് നമുക്ക് വരയ്ക്കാം. ടേബിളായിട്ട് വരയ്ക്കുമ്പോൾ 0, 1, 2 ആ റാൻഡം വേരിയബിൾ, റാൻഡം ഡിസ്ട്രിബ്യൂഷൻ എടുക്കുക. പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എടുക്കുക. 0, 1, 2. 0 കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ എഴുതുക. 1 കൊടുക്കുമ്പോൾ 2 കൊടുക്കുമ്പോൾ 3 വാല്യൂസ് എഴുതുക. ഇനി മീൻ കണ്ടുപിടിക്കുക. മീൻ എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആണ്. സിഗ്മ xi/pi നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. 0 × 188/221. അടുത്ത് 1 × ഇത്, 2 × ഇത് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താൽ മതി. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും, 34/221. ഇനി എക്സ്പെക്ടേഷൻ ഓഫ് x² കൂടെ കണ്ടുപിടിക്കണം, കാരണം വേരിയൻസ് കാണും. അത് സ്ക്വയർ ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 0² × ഇത്, 1² × ഇത്, 2² × ഈ നമ്പർ. അത് ആഡ് ചെയ്യുമ്പോൾ ഇത് കിട്ടി. ഇനി വേരിയൻസ് കാണുക, ഫോർമുല എഴുതി അപ്ലൈ ചെയ്യുക, വേരിയൻസ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു നമ്പർ കിട്ടും. വേരിയൻസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 0.37. വളരെ എളുപ്പമാണ്. ആ ഫോർമുല നമുക്ക് മനസ്സിലാക്കി വെച്ചിരുന്നാൽ പെട്ടെന്ന് ചെയ്യാം. ഇനി ബെർണോളി ട്രയൽസ് ആൻഡ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. എന്താണ് ബെർണോളി ട്രയൽസ് എന്ന് പറയുന്നത്? ഇപ്പോൾ ഒരു ട്രയൽസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻ്റ് ആർ ബെർണോളി ട്രയൽസ്. ദേ സാറ്റിസ്ഫൈ ദ ഫോളോയിങ് കണ്ടീഷൻസ്. എന്തൊക്കെയാണ് കണ്ടീഷൻ? ദെയർ ഷുഡ് ബി എ ഫൈനൈറ്റ് നമ്പർ ഓഫ് ട്രയൽസ്. ട്രയൽസ് ഫൈനൈറ്റ് ആയിരിക്കണം, എണ്ണാൻ കഴിയുന്നതായിരിക്കണം. ട്രയൽ ഷുഡ് ബി ഇൻഡിപെൻഡൻറ്റ്. ഓരോ ട്രയൽസ് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ഈച്ച് ട്രയൽ ഹാസ് എക്സാക്ട്ലി 2 ഔട്ട്കംസ്. 2 ഔട്ട്കംസ് ഉണ്ടായിരിക്കണം. സക്സസ് ഫെയിലുവർ 2 ഉണ്ടായിരിക്കണം. പ്രോബിലിറ്റി ഓഫ് സക്സസ് റിമെയിൻസ് സെയിം ഇൻ ഈച്ച് ട്രയൽ. ഓരോ ട്രയലും സക്സസിൻ്റെ പ്രോബിലിറ്റി സെയിം ആയിരിക്കണം. അപ്പോൾ ഈ 4 കണ്ടീഷനും ഉണ്ടെങ്കിൽ അതിനെ പറഞ്ഞ പേരാണ് ബെർണോളി ട്രയൽസ്. അപ്പോൾ അതിൽ നിന്നാണ് നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പറയുന്നത്. അപ്പോൾ അതിൽ എക്സാമ്പിൾ നോക്കാം. 6 balls are drawn successively from none containing 7 red and 9 black. Tell whether or not the trials are drawing balls are Bernoulli trials. When after the draw ball is replaced, not replaced. ബോൾസ് എടുത്തിട്ട് തിരിച്ച് വയ്ക്കുന്നു, തിരിച്ച് വയ്ക്കാതിരിക്കുന്നു, 2 കേസ്. അപ്പോൾ ആദ്യത്തെ കേസ് നോക്കാം, റീപ്ലേസ്ഡ് ആണ്. 6 balls ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഓരോന്ന് എടുത്തിട്ട് തിരിച്ച് വയ്ക്കുകയാണ്. ഒരു ബോൾ എടുത്ത് നോക്കുന്നു, തിരിച്ച് വയ്ക്കുന്നു. അപ്പോൾ നമ്പർ ഓഫ് ട്രയൽസ് ഫൈനൈറ്റ് ആണ്, അപ്പോൾ 6 എണ്ണമല്ലേ ഉള്ളൂ. when drawings is done with replacement, probability of success നമുക്കറിയാം, കാരണം 6 റെഡ് ആണ് നമുക്കുള്ളത്. അപ്പം ടോട്ടൽ 7 + 9 16. അപ്പോൾ നമുക്ക് എടുക്കേണ്ടത് എന്താണ്? റീപ്ലേസ് ചെയ്യുമ്പോൾ പ്രോബിലിറ്റി ഓഫ് സക്സസ് നമുക്കിപ്പോൾ 6 റെഡ് വരുന്നതാണെന്ന് വിചാരിക്കും. അപ്പം 7/16 വിച്ച് ഈസ് സെയിം ഫോർ 6 ട്രയൽസ്. ഓരോന്നിലും ട്രയൽസിലും ഇത് തന്നെ ആയിരിക്കും, കാരണം എടുത്തിട്ട് തിരിച്ച് വയ്ക്കുമ്പോൾ രണ്ടാമത്തെ ബോൾ എടുക്കുമ്പോഴും റെഡ് വരേണ്ട പ്രോബിലിറ്റി 7/16. മൂന്നാമതൊരു ബോൾ എടുക്കുമ്പോഴും 7/16. അത് മാറില്ല.
അപ്പോൾ ഇത് എന്ന് പറയുന്നത് റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് ഇതൊരു ബെർണോളി ട്രയലാണ്. ആദ്യത്തെ ബെർണോളി ട്രയലാണ്. രണ്ടാമത്തെ കേസിൽ ഓരോ ബോൾ എടുത്തിട്ട് തിരിച്ച് വെക്കുന്നില്ല. റെഡ് ബോളാണ് സക്സസ് എന്ന് നമ്മൾ വിചാരിക്കുക. അപ്പോൾ ആദ്യത്തേത് 7/60 അത് മാറ്റി വെച്ചു. ഇനി 6 ബോൾസ് റെഡ് ഉള്ളൂ. അപ്പോൾ രണ്ടാമത്തെ ബോൾ എടുക്കുമ്പോൾ 6/15 ആവും. ടോട്ടലിൽ നിന്ന് 1 കുറയും. മൂന്നാമത് എടുക്കുമ്പോൾ വീണ്ടും കുറയും. അപ്പോൾ അങ്ങനെ കുറഞ്ഞാണ് വരുന്നത്. അപ്പം പ്രോബബിലിറ്റി സക്സസ് എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കും, സെയിം അല്ല. അപ്പോൾ ഈ കണ്ടീഷൻ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യില്ല. അപ്പോൾ നമുക്ക് നാലാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. അതുകൊണ്ട് രണ്ടാമത്തെ കേസ് നോട്ട് റീപ്ലേസ്ഡ് എന്ന് പറയുന്നത് ബെർണോളി ട്രയൽസ് അല്ല. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് ഈ ഒരു കാര്യം പഠിച്ചു വയ്ക്കണം. പ്രോബബിലിറ്റി ഓഫ് എക്സ് എന്ന് പറയുന്നത് പി ഓഫ് എക്സ് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. NC(x) Q⁻n−x P⁻x ഫോർ എക്സ് ഈക്വൽ ടു 0 to n വരെയുള്ള ട്രയൽസ് ആണ്. ഇതിൽ പി എന്ന് ഉദ്ദേശിക്കുന്നത് സ്മോൾ പി എന്ന് പറയുന്നത് സക്സസ് ആണ്, പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആണ്. Q എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ഫെയിലുവർ ആണ്. അപ്പോൾ അത് രണ്ടും ഓർക്കും. അപ്പം സക്സസും ഫെയിലുവറും കൂടെ ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും 1 വരും. അതാണ് ആഡ് ചെയ്യേണ്ടത്. P+Q = 1. അതാണ് ഇവിടെ Q = 1 - P എന്ന് എഴുതിക്കുന്നത്. അപ്പോൾ P ഉണ്ടെങ്കിൽ Q കണ്ടുപിടിക്കാൻ പറ്റും, ഒന്നിൽ നിന്ന് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ ഇതിനെ പറയുന്ന പേര് പ്രോബബിലിറ്റി ഫംഗ്ഷൻ ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, BNP എന്ന് പറയും, ഡിനോട്ട് ചെയ്യും. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് അതിൻ്റെ പ്രോബബിലിറ്റി ഫംഗ്ഷൻ ആണ് ഇവിടെ എഴുതിക്കുന്നത്. ഇത് നമ്മൾ പഠിച്ചു വയ്ക്കുക. P of x = NC(x) Q⁻n−x P⁻x. ഇത് പഠിച്ചു വയ്ക്കണം. പഠിച്ചു വെച്ചാൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റും. 0 മുതൽ n വരെയുള്ള ട്രയൽസിൽ ഉപയോഗിക്കാം. ഇനി അതിൻ്റെ പ്രോബ്ലംസ് നോക്കാം. ഇഫ് എ ഫെയർ കോയിൻ ടോസ് 10 ടൈംസിൽ ഒരു ഫെയർ കോയിൻ ടോസ് ചെയ്യണം. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് എക്സാക്ട്ലി 6 heads, at least 6 heads, at most 6 heads, 3 കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് 10 പ്രാവശ്യം ടോസ് ചെയ്യണം. ഇത് ബെർണോളി ട്രയൽസ് ആണ്. നമ്മൾ കണ്ടീഷൻസ് ഒക്കെ നോക്കുമ്പോൾ ബെർണോളി ട്രയൽസ് ആണെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. ബെർണോളി ട്രയൽ ആണെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റൂ. അപ്പം നമ്പർ ഓഫ് ഹെഡ്സ് എന്ന് പറയുന്നത് എക്സ്പെരിമെൻ്റ് ആണ്. അത് 10 ട്രയൽസ് ആണ് ഉള്ളത്. അപ്പോൾ n എന്ന് പറയുന്നത് നമുക്ക് 10 ആയിട്ട് എടുക്കണം. n = 10. അങ്ങനെ 10 ട്രയൽസ് ആണ് നമുക്ക് ഉള്ളത്. ഇനി നമുക്ക് പ്രോബബിലിറ്റി ഓഫ് സക്സസ് P-യും Q-യും കണ്ടുപിടിക്കണം. കാരണം ഹെഡും ടെയിലും ആണ് വരുന്നത്. ഹെഡ് വരേണ്ടതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടെങ്കിൽ ഹെഡിൻ്റെ പ്രോബബിലിറ്റി നമുക്കറിയാം 1/2. ഫെയിലുവർ എത്രയായിരിക്കും? 1 - 1/2, അത് 1/2 ആണ്. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 1 വരണം. അപ്പോൾ n-ഉം P-യും Q-യും കണ്ടുപിടിക്കുക. ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോർമുലയിൽ അപ്ലൈ ചെയ്താൽ NC(x) Q⁻n−x P⁻x. ഇവിടെ 0 മുതൽ 10 വരെയാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ വാല്യൂസ് എല്ലാം കണ്ടുപിടിച്ച് അപ്ലൈ ചെയ്യുമ്പോൾ 10CX Q-ൻ്റെ വാല്യൂ 1/2 n−x 10 - x P⁻x 1/2 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇങ്ങനെ വരും 10CX 1/2 10. അപ്പോൾ അത് നമ്മൾ ഫംഗ്ഷൻ കണ്ടുപിടിച്ച് വെച്ചു. ഫംഗ്ഷൻ കണ്ടുപിടിച്ച് നമുക്കിനി ഓരോന്നിൻ്റെ ആൻസർ കണ്ടുപിടിക്കും. എക്സാക്ട്ലി 6 ഹെഡ് ആണെന്ന് പറയുമ്പോൾ എക്സിന് 6 കൊടുത്താൽ മതി. ഇവിടുത്തെ എക്സിന് നമ്മൾ 6 കൊടുത്താൽ മതി. അപ്പോൾ 10CX C6 1/2 അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. അതുപോലെ രണ്ടാമത്തെ അറ്റ്ലീസ്റ്റ് 6 ഹെഡ് എന്ന് പറയുമ്പോൾ മിനിമം 6 കൂടിയ കുഴപ്പമില്ല. അപ്പോൾ 6 മുതൽ 10 വരെയുള്ള എല്ലാം എഴുതണം. അപ്പോൾ അതെല്ലാം കണ്ടുപിടിച്ച് ആഡ് ചെയ്താൽ മതി. അത് നമ്മൾ ഓരോന്നും കണ്ടുപിടിച്ച് ആഡ് ചെയ്യണം. ആ ഫംഗ്ഷനിൽ വാല്യൂസ് കൊടുത്താൽ മതി. അങ്ങനെ ആഡ് ചെയ്ത് വരുമ്പോൾ നമുക്കതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ആൻസർ കിട്ടും പ്രോബബിലിറ്റി. ഇനി അറ്റ്മോസ്റ്റ് 6 ഹെഡ് എന്ന് പറയുമ്പോൾ മാക്സിമം 6 വരെ വരാം. അപ്പോൾ 0 മുതൽ സ്റ്റാർട്ട് ചെയ്യണം. 0 1 2 3 4 5 6 ഇത്രയും കണ്ടുപിടിച്ച് ആഡ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും 53/64. അപ്പോൾ ഇത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ്, അതിൻ്റെ ആപ്ലിക്കേഷനാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി. 10x are drawn successively with replacement from lot containing 10% defective x. Find the probability that there is at least one defective x കണ്ടുപിടിക്കുക.
അപ്പോൾ ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ആണ്. ഡിഫക്റ്റീവ് എക്സ് നമ്മൾ ഡിഫക്റ്റീവ് കണ്ടുപിടിക്കുന്നതാണ് നമുക്ക് അവിടുത്തെ സക്സസ് ആയിട്ട് എടുക്കേണ്ടത്. 10x ആണ് ഡ്രോൺ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ n എന്ന് പറയുന്നത് നമുക്കറിയാം 10 ട്രയൽസ് ആണുള്ളത്. 10. അപ്പോൾ പി എന്ന് പറയുന്നത് കണ്ടുപിടിക്കുക. പി എത്രയായിരിക്കും? 10% ആണ് ഡിഫക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ 10% എന്ന് പറയുമ്പോൾ നമുക്കറിയാം 10/100 ആണ്. അപ്പോൾ 10/100 എന്ന് പറഞ്ഞാൽ അറിയാം 1/10. അപ്പോൾ അതാണ് പി. പി കണ്ടുപിടിച്ചാൽ ക്യൂ ആണ് വളരെ എളുപ്പമാണ്. 1 മൈനസ് 1/10 കണ്ടുപിടിച്ചാൽ. അപ്പോൾ അത് കണ്ടുപിടിക്കുമ്പോൾ 9/10 അതാണ് ക്യൂ. അപ്പോൾ പിയും ക്യൂ എന്നും കണ്ടുപിടിച്ചാൽ നമുക്കിനി പ്രോബ്ലം ചെയ്യാൻ എളുപ്പമാണ്. അപ്പം ഡിഫക്റ്റീവ് ആയിട്ട് വരുന്നതിനാണ് നമ്മൾ ഇവിടുത്തെ സക്സസ് ആയിട്ട് എടുക്കുന്നത്. അതാണ് നമുക്കിവിടെ പറയുന്ന എക്സ്പെരിമെൻറ്റ്. ഇപ്പോൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 1 ഡിഫക്റ്റീവ് എഗ് ആണ് കണ്ടുപിടിക്കണം. അപ്പം അറ്റ്ലീസ്റ്റ് എന്ന് പറയുമ്പം എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1, പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1. അപ്പോൾ 1 മുതൽ 10 വരെയുള്ളത് ഓരോന്നും കണ്ടുപിടിച്ച് ആഡ് ചെയ്തെടുക്കണം. എക്സ് ഈക്വൽ ടു 1 മിനിമം ഒന്നെങ്കിലും ആണ്, ഒന്നിൽ കൂടിയ കുഴപ്പമില്ല. 1, 2, 3, 4 അങ്ങനെ 10 ട്രയൽസ് ഉണ്ട്. അങ്ങനെ എല്ലാം കണ്ടുപിടിക്കുക. അങ്ങനെ കണ്ടുപിടിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കുറേ ടൈം എടുക്കും. അപ്പോൾ നമുക്ക് 0 മുതൽ 1, 2, 3 എക്സെട്ര 10 വരെയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് 1 മുതൽ 10 വരെ കണ്ടുപിടിച്ച് ആഡ് ചെയ്യുന്നതിന് പകരം പ്രോബബിലിറ്റി ഓഫ് 0 കണ്ടുപിടിക്കുക, എന്നിട്ട് അതിൻ്റെ കോംപ്ലിമെൻ്റ് എടുത്താൽ മതി. അതാണ് അവിടെ ചെയ്തിരിക്കുന്നത്. അപ്പം അത് കണ്ടുപിടിക്കുന്നതിന് വരെ നമുക്ക് ഇങ്ങനെ ചെയ്യാം. 1 മൈനസ് പി ഓഫ് എന്താണ് എക്സ് ഈക്വൽ ടു 0. അതാണ് ഇവിടെ എഴുതിക്കുന്നത്. അല്ലാതെ ഡയറക്റ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, ഒരു ശകലം ടൈമും കൂടെ എടുക്കും. 1, 2, 3 അങ്ങനെ 10 വരെ ആഡ് ചെയ്ത് കണ്ടുപിടിക്കുന്നതിന് പകരം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കണ്ടുപിടിച്ച് 1ൽ നിന്ന് മൈനസ് ചെയ്താൽ മതി. രണ്ട് സെയിം ആയിരിക്കും. കോംപ്ലിമെൻ്റ് എടുക്കുക. അപ്പോൾ 1 മൈനസ് 10 is 0, 9/10 raised to 10. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ആൻസർ കിട്ടും. അത് മതി, സിംപ്ലിഫൈ ചെയ്യണ്ട, എഴുതിയാൽ. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഫോർമുല അതിൻ്റെ ഫംഗ്ഷൻ ഓർത്തിരിക്കുക. NCX P raised to x Q raised to n minus x. പിയും ക്യൂ എൻ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.